കൊല്ലം മയ്യനാട് കേന്ദ്രീകരിച്ച് വീണ്ടും മോഷണ പരമ്പര. ഒരാഴ്ചയ്ക്കുള്ളിൽ 4ഓളം സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. കാക്കോട്ടുമൂല ദേവാലയ കുരിശടിയിൽ നിന്നും നേർച്ചവഞ്ചി കുത്തിത്തുറന്ന പണം അപഹരിച്ചതാണ് ഒടുവിലെ സംഭവം. കഴിഞ്ഞ രാത്രിയാണ് മയ്യനാട് കാക്കോട്ടുമൂല മാതാ ദേവാലയത്തിന്റെ കുരിശടിയുടെ വഞ്ചി കുത്തി തുറന്ന പണം അപഹരിച്ചത്. എത്രത്തോളം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ലെന്ന് ഇടവക വികാരി ഫാദർ റോമൻ ആന്റണി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും മോഷണം വർദ്ധിക്കുന്നതായി കാണുന്നു. വീടുകളിൽ മാത്രമല്ല, ദേവാലയങ്ങളിലുള്ള കുരിശടികളിലും വഞ്ചികൾ പൊട്ടിച്ച് പണം മോഷ്ടിക്കുന്നത് സാധാരണമായിരിക്കും. പള്ളിക്കമ്മിറ്റി ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിലുള്ള നേർച്ച വഞ്ചി ആരോ പൊട്ടിച്ചു എടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ പൊട്ടിച്ച് മൊത്തം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഇതിനകത്ത് സംഭവമൊന്നുമില്ല, പൂട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയി. അതുകൂടാതെ ഞങ്ങൾക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ അടുത്ത സമയത്ത് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ പ്രദേശത്ത് കള്ളം കയറി അവരുടെ സ്വർണവും അവരുടെ സാധനങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞങ്ങൾക്കിതൊരു പേടി സ്വപ്നമായി മാറിയിരിക്കും. ഞങ്ങൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സംഭവം. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു സംവിധാനം, ഞങ്ങൾക്കിത് പെട്ടെന്ന് അറിയിക്കാനോ എന്തെങ്കിലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ അറിയിച്ചാൽ തന്നെ ഇരവര സ്റ്റേഷനിൽ നിന്ന് കുട്ടിയും, ഞങ്ങളുടെ ലൊക്കാലിറ്റി ഇരവര സ്റ്റേഷനിലാണ്, അവർക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഞങ്ങൾക്ക് വിഷമിക്കും. മയ്യനാട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള മുസ്ലിം പള്ളിയിൽ കയറി ബാറ്ററി മോഷ്ടിച്ച സംഘത്തെയും ഇതേവരെയും കണ്ടെത്താനായിട്ടില്ല. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.